ഞാൻ ഈ ഒരു പാറ്റേൺ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില കസ്റ്റമേഴ്സിന് ഈ ഒരു പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സിൻ്റെ പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടായിരുന്നു ഓർഡേഴ്സ് കൺഫേം ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണിത്. സെയിം ഷർട്ട് കോളർ വരുന്ന ജാക്കറ്റാണ്. ജോർജറ്റ് മെറ്റീരിയലിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാക്കറ്റാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടൊരു ക്രീം ബേസിൽ നേവി ബ്ലൂ കളർ പ്രിൻ്റുള്ള ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ ഇന്നർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇന്നർ സ്ലീവ്ലെസ് ആണ്. കുറച്ച് ഡീപ്പ് നെക്കായിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും കുറച്ച് ഡീപ്പായിട്ട് നെക്ക് വരും. അതിന് പുറത്തായിട്ട് ജാക്കറ്റ് വരും. അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ജാക്കറ്റ് വന്നിട്ട് ഡിറ്റാച്ചബിൾ ജാക്കറ്റാണ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ അല്ല വേറെ എന്ത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് ഈ ജാക്കറ്റ് യൂസ് ചെയ്യാം. ഫ്രണ്ടിൽ ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ള ജാക്കറ്റാണ്. അപ്പോൾ ജാക്കറ്റിൻ്റെ സ്ലീവ് നമ്മളൊരു എൽബോ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. 3/4 സ്ലീവ് അല്ല. പക്ഷെ നമുക്കത് 3/4 ആയിട്ടും ഫുൾ സ്ലീവായിട്ടും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ചെറിയ പഫ് സ്ലീവിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്നർ വരുന്നത് ബട്ടർ ക്രേപ്പ് മെറ്റീരിയലാണ്. അതിൽ തന്നെ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ജോർജറ്റ് മെറ്റീരിയലാണ് നമ്മൾ ജാക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നറിൽ മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ജാക്കറ്റ് വന്നിട്ട് സീ ത്രൂ ആയിട്ട് കിടക്കുന്ന രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ടോപ്പും ജാക്കറ്റും. എനിക്ക് വന്ന ഓർഡേഴ്സ് എല്ലാം സൈഡ് സ്ലിറ്റ് ആയിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് തന്നെ നമുക്ക് എ ലൈൻ ആയിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിന് അത് വേണ്ടായിരുന്നു. സൈഡ് സ്ലിറ്റ് തന്നെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നറിൻ്റെ നെക്ക് വരുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ്. അതുകൊണ്ട് തന്നെ ഷോൾഡറിൽ ഒരു 1.5 ഇഞ്ചൊക്കെ വിഡ്ത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ബ്രാ സ്ട്രാപ്പ് പുറത്ത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ഞാൻ ഒരു ബട്ടൺ വെക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ച് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഈ ജാക്കറ്റ് സ്റ്റൈൽ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നറും സ്ലീവ്ലെസ് കംഫർട്ടബിൾ ആണെന്നുള്ളവർക്ക് ജസ്റ്റ് കുർത്തയായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാക്കറ്റിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഈ ഡ്രസ്സ് നമുക്ക് ഇടാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.